Good morning, dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ. ഈ സെഷനിൽ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ, അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ്, പിന്നെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഈ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഞാൻ ഡെറിവേഷൻ ഒന്നും പറയുന്നില്ല, കാരണം ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഡെറിവേഷൻ അങ്ങനെ എന്തെങ്കിലും അതെങ്ങനെ കിട്ടിയെന്നൊക്കെ ആർക്കും സംശയം ഉണ്ട് എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഡയറക്റ്റ് ഡെറിവേഷനിലേക്ക് പോവാതെ നമുക്ക് സിലബസിൽ അങ്ങനെ ഒരു സാധനം പറയുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ ആവശ്യമില്ല, കുറേ സമയം വെറുതെ വേസ്റ്റ് ആക്കേണ്ടതുകൊണ്ട് ഞാൻ ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് മാത്രം ഡെറിവേഷൻ എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ പ്ലെയിൻ. ഇഫ് പീസ് ഒരു പോയിന്റിൽ നിന്ന് പ്ലെയിനിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ നിങ്ങളോട് ചോദിക്കും പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? 0 അല്ല. അപ്പോൾ പ്ലെയിൻ നമുക്ക് വേണ്ടത് പ്ലെയിനിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഇഫ് പീസ് എ പോയിന്റ് ഓൺ എ പ്ലെയിൻ വിത്ത് നോർമൽ ലൈൻ, then the distance from any point s to the plane is the length of the vector projection of ps vector ps onto n. That is, the distance from s to the plane is d equal to the modulus, that is magnitude alla positive ആക്കാൻ വേണ്ടിയിട്ടാണ്, d equal to modulus of vector ps dot n divided by mod n, where n equal to capital A plus capital BJ plus capital CK is the normal to the plane. അതായത് ഒരു പോയിന്റ് പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് എസ് എന്ന പോയിന്റിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ആ പ്ലെയിനിന്റെ നോർമൽ വേണം, അതുപോലെ പ്ലെയിനിലുള്ള ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് ആ പോയിന്റും കാണും. അതുപോലെ പുറത്തുള്ള പോയിന്റ് എസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ്, ദാറ്റ് ഈസ് മോഡുലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആക്കാനുള്ള മോഡുലസ് ആണ്. അതായത് ഇപ്പോൾ -1ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 1, -2ന്റെ മോഡുലസ് 2, 3ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 3, 1ന്റെ മോഡുലസ് 1, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ആ മോഡുലസ് ആണ് ഇവിടെ ഫസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് രണ്ടാമത്തെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ ലെങ്ത്, ദ ഡിസ്റ്റൻസ് ഫ്രം എസ് ടു ദ പ്ലെയിൻ ഈസ് ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ ps dot n divided by magnitude of n, where n equal to capital AI plus capital BJ plus capital CK is to normal to the plane. Okay, number 6 ഒന്നും ഇടണ്ട, ജസ്റ്റ് പറഞ്ഞത് മാത്രം. നെക്സ്റ്റ്, ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ്. രണ്ട് പ്ലെയിൻസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ പ്ലെയിനിലെ നോർമലുകൾ തമ്മിലുള്ള അക്യൂട്ട് ആംഗിൾ ആണ്. ഇവിടെ ഈ ചിത്രത്തിൽ ഫിഗറിൽ കാണിക്കുന്നുണ്ട് ആംഗിൾ എന്താണെന്നുള്ളത്. അതായത് ഇതൊരു രണ്ട് പ്ലെയിൻസ് ആണ്, ഈ രണ്ട് കളേർഡ് ആയിട്ടുള്ള രണ്ട് പ്ലെയിൻസ് ആണ്. അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ അവയിലേക്കുള്ള നോർമലുകൾ n1ഉം n2ഉം തമ്മിലുള്ള അക്യൂട്ട് ആംഗിൾ, തീറ്റനെ വിളിക്കുന്ന പേരാണിത് ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ്, ദ ആംഗിൾ ബിറ്റ്വീൻ ടു intersecting planes is defined to be the acute angle between their normal vectors. Angle between ഇപ്പോൾ രണ്ട് പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ആണ്. ഇന്റർസെക്ട് ചെയ്യുന്നില്ല, പാരലൽ ആണെങ്കിൽ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ആണ് ഒരിക്കലും. അല്ലെങ്കിൽ 180 ഡിഗ്രി എന്ന് പറയാം. ആംഗിൾ ബിറ്റ്വീൻ ഇന്റർസെക്ട് ചെയ്യാത്താണെങ്കിൽ, ഇന്റർസെക്ട് ചെയ്യുന്നവയേക്കാണ് ആംഗിൾ ഉണ്ടാവും. ഇങ്ങനെ പാരലായിട്ട് പോകുന്നവർ തമ്മിലുള്ള ആംഗിൾ 0 വരിക, അല്ലെങ്കിൽ 180 എന്ന് പറയാം. ഇപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടേക്കുള്ള വരുന്ന നോർമലുകൾ, രണ്ട് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നോർമലുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത്? ആംഗിൾ ബിറ്റ്വീൻ ടു പ്ലെയിൻസ്, അക്യൂട്ട് ആംഗിൾ ആയിട്ട് എടുക്കണം. അപ്പോൾ തീറ്റ, ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻ കാണാനുള്ള ഫോർമുല തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് n1 ഡോട്ട് n2 ഡിവൈഡ് ബൈ mod n1. mod എന്ന് ഉദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് n1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് n2. ഓക്കെ, ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ്. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ പോയിന്റ് where the line x equal to 8/3 plus 2t, y equal to minus 2t, z equal to 1 plus t intersect the plane 3x plus 2y plus 6z equal to 6. അതായത് ഒരു പ്ലെയിൻ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള ഇന്റർസെക്ഷൻ പോയിന്റ്, അതായത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ പ്ലെയിനും ലൈനും തന്നിട്ടുള്ള പ്ലെയിനും ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് പാരാമെട്രിക് ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. x ഈക്വൽ ടു 8/3 പ്ലസ് 2t, y ഈക്വൽ ടു -2t, z ഈക്വൽ ടു 1+t. അതുപോലെ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3x പ്ലസ് 2y പ്ലസ് 6z ഈക്വൽ ടു 6. അപ്പൊ നമുക്ക് ഈ പാരാമെട്രിക് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പാരാമെട്രിക് ഫോമിൽ തന്നിട്ടുള്ളത്. അപ്പൊ ലൈനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ x/z ഈക്വൽ ടു 8/3 പ്ലസ് 2t, y -2t, 1+t ആയിരിക്കും ലൈനത്തെ പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ലൈൻ ഒരു പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടാവും. അതായത് ആ പോയിന്റ് കോമൺ പോയിന്റ് എന്തിന് ലൈനിന്റെ ഇക്വേഷനെയും സാറ്റിസ്ഫൈ ചെയ്യും, പ്ലെയിനിന്റെ ഇക്വേഷനെയും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമുക്ക് ഈ ലൈൻ ഇന്റർസെക്ഷൻ പോയിന്റ് കിട്ടണമെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷനെ പ്ലെയിനിലെ ഇക്വേഷനിൽ പോയിട്ട് ലൈനിലെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിനെയും വൈനെയും പ്ലെയിനിലെ ഇക്വേഷനിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്നിട്ട് നമുക്ക് എക്സിന്റെയും വൈന്റെയും വാല്യൂ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോൾവ് ചെയ്ത് കിട്ടുന്ന എക്സും വൈ സെറ്റും ആയിരിക്കും എന്തുണ്ടാവുക, ആ രണ്ട് ലൈനും പ്ലെയിനും ഇന്റർസെക്ട് ചെയ്യുന്ന കിട്ടുന്ന പോയിന്റ്. അപ്പൊ നമുക്ക് ലൈനിലെ പോയിന്റ് നമുക്കറിയാം, x ഈക്വൽ ടു 8/3 പ്ലസ് 2t ആണ്, y ഈക്വൽ ടു -2t ആണ്, z ഈക്വൽ ടു 1+t ആണ്. ഈ വാല്യൂ നമ്മൾ 3x പ്ലസ് 2y പ്ലസ് 6z ഈക്വൽ ടു 6 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ടീന്റെ വാല്യൂ കിട്ടും. ആ ടീന്റെ വാല്യൂ കിട്ടി ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് എക്സിലും വൈയിലും സെഡിലും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 8/3 പ്ലസ് x ഈക്വൽ ടു 8/3 പ്ലസ് 2t, y ഈക്വൽ ടു -2t, z ഈക്വൽ ടു 1+t എന്നുള്ളത് ഇത് ഇക്വേഷൻ പ്ലെയിൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള 3x പ്ലസ് 2y പ്ലസ് 6z ഈക്വൽ ടു 6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. We get 3 into 8/3 plus 2t plus 2 into -2t plus 6 into 1 plus t equal to 6 implies 8 plus 6t minus 4t plus 6 plus 6t equal to 6 implies 8t equal to -8, t equal to -1. ഇനി t equal to -1 എന്നുള്ളത് x equal to 8/3 plus 2t, y equal to -2t, z equal to 1+t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തുട്ടും x ഈക്വൽ ടു എന്തുട്ടും 8/3 പ്ലസ് 2 into -1, that is 8/3 minus 2, y ഈക്വൽ ടു -2, അപ്പൊ y ഈക്വൽ ടു -2 into -1, z ഈക്വൽ ടു 1+t, that is z ഈക്വൽ ടു 1 plus -1, that is equal to ഇങ്ങനെ കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ പറഞ്ഞാൽ 8/3 minus 2 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 2 -2 into -1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 minus t എന്ന് പറഞ്ഞാൽ z-ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ x/z at t equal to -1 equal to 2/3t, 2/3, 2, 0. അപ്പോൾ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3, 2, 0. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടി. അപ്പോൾ ഇത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് ഇവിടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ തരും, പ്ലെയിന്റെ ഇക്വേഷൻ തരും. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷനിൽ എക്സും വൈ സെഡും ആണ് ഉണ്ടാവുക. എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ ഉണ്ടാവും, വൈ ഈക്വൽ ടു ഒരു വാല്യൂ ഇൻ ടേംസ് ഓഫ് ടിയിലുള്ള ഒരു വാല്യൂ ഉണ്ടാവും, സെഡ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ടിയിലുള്ള ഒരു വാല്യൂ ഉണ്ടാവും. ഈ എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും വൈന്റെയും സെഡിന്റെയും വാല്യൂ പ്ലെയിന്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ടിക്ക് ഒരു വാല്യൂ കിട്ടും. ഡയറക്റ്റ് ആണ് പാരാമെട്രിക് തന്നു കഴിഞ്ഞാൽ, അല്ല ഡയറക്റ്റ് എക്സും വൈയും സെഡും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്. ഇപ്പോൾ ടീൻ്റെ വാല്യൂ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ടീൻ്റെയും വാല്യൂ പ്ലെയിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടീൻ്റെ വാല്യൂ കിട്ടും. അതിന് ടീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂരും എക്സും വൈയും, അതായത് ഇപ്പോൾ ആ ടീൻ്റെ വാല്യൂ തന്നിട്ടുള്ളതിൽ ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സിനും വൈനും സെഡിനും ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആയിരിക്കും ഈ പ്ലെയിനും ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് പാരാമെട്രിക് ഫോമിലല്ല തന്നിട്ടുള്ളത്, ഡയറക്റ്റ് വെക്ടർ ഫോമിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് അതിന് പഠിച്ചിട്ടുള്ളത് പാരാമെട്രിക് ഫോം എഴുതാൻ പറ്റും. ഓക്കെ, r0 പ്ലസ് t(v1) എന്ന് പറയുമ്പോൾ നമുക്ക് r0 x0 പ്ലസ് v1 എന്നുള്ളത് x0 പ്ലസ് v1 എന്നുള്ളത്
പാരാമീറ്റർ TV1 ആയിരിക്കും. അതുപോലെ പാരാമീറ്റർ ഫോം എക്സിൻ്റെ, അതുപോലെ y0 പ്ലസ് TV2 എന്നുള്ളതായിരിക്കും വൈൻ്റെത്. Z ഈക്വൽ ടു Z0 പ്ലസ് TV3 എന്നുള്ളതായിരിക്കും സെറ്റിൻ്റെ പാരാമീറ്റർ ഫോമായി. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ പ്ലെയിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ പാരാമെട്രിക് ഫോം തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഡയറക്റ്റ് പ്ലെയിനിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടീൻ്റെ വാല്യൂ സോൾവ് ചെയ്തിട്ട് പിന്നെ ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും കറസ്പോണ്ടിങ് ഇന്റർസെക്ഷൻ. ഇനി പ്ലെയിനിൻ്റെ ഇക്വേഷൻ വെക്ടർ ഫോം തന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, പാരാമെട്രിക് ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൺവേർട്ട് ചെയ്യുക. വെക്ടർ ഫോം തന്നു കഴിഞ്ഞാൽ പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ആ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പാരാമെട്രിക് ഫോം പ്ലെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ഡിസ്റ്റൻസ് കാണാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം 113 ടു ദ പ്ലെയിൻ 3x plus 2y plus 6z equal to 6. അപ്പോൾ നമുക്ക് 113 പ്ലെയിനിൽ തന്നിട്ട് പ്ലെയിനിലേക്ക് കാണാം. പ്ലെയിനിലേക്ക് കാണണമെങ്കിൽ രണ്ട് കാര്യങ്ങളും കൂടി വേണം. പ്ലെയിനിലൊരു പോയിന്റ് പിയും കിട്ടണം, പ്ലെയിനിന്റെ നോർമലും കിട്ടണം. പ്ലെയിനിന്റെ നോർമൽ എഴുതാൻ വളരെ സിമ്പിൾ ആണ്. We have to find a point in the plane and പ്ലെയിനിലെ പോയിന്റ് കിട്ടണം. അതുപോലെ we have to find a point in the plane and a normal vector to the plane. ഫസ്റ്റ് അപ്പോൾ നമുക്ക് പ്ലെയിനത്തെ പോയിന്റ് കിട്ടണം, നോർമൽ വെക്ടറും കിട്ടണം. ഓക്കെ, നോർമൽ വെക്ടർ പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. 3x plus 2y plus 6z equal to 6 ആണ് പ്ലെയിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ നോർമലിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ n ഈക്വൽ ടു 3a plus 2j plus 6k. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പ്ലെയിൻ്റെ ഇക്വേഷൻ ax plus b ക്യാപിറ്റൽ ax plus ക്യാപിറ്റൽ by plus ക്യാപിറ്റൽ cz ഈക്വൽ ടു ക്യാപിറ്റൽ d ആണെങ്കിൽ ആ പ്ലെയിനിലേക്കുള്ള നോർമലിന്റെ ഇക്വേഷൻ n ഈക്വൽ ടു ക്യാപിറ്റൽ ai plus ക്യാപിറ്റൽ bj plus ക്യാപിറ്റൽ ck ആയിരിക്കും. ഇവിടെ a ഈക്വൽ ടു 3, ക്യാപിറ്റൽ എ പറഞ്ഞാൽ 3 ആണ്, b ക്യാപിറ്റൽ ബി പറഞ്ഞാൽ 2 ആണ്, ക്യാപിറ്റൽ സി പറഞ്ഞാൽ 6 ആണ്. സോ നമ്മളുടെ പ്ലെയിനിലെ ഇക്വേഷൻ ഡിസ്റ്റൻസ് കാണേണ്ട പ്ലെയിനിലെ ഇക്വേഷൻ ആണ് പ്ലെയിനിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 3a plus 2j plus 6k. ഇനി നമുക്ക് പ്ലെയിനിലെ ഒരു പോയിന്റ് കിട്ടണം. പ്ലെയിനിലെ പോയിന്റ് നമുക്ക് തരാത്തത് കൊണ്ട്, പ്ലെയിനിൽ പോകാൻ തരാത്തത് കൊണ്ട് നമുക്ക് പ്ലെയിനിന്റെ ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ എക്സിനോ വൈനോ സെഡിനോ നമ്മൾ എന്ത് ചെയ്യുക, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിനോ വൈനോ സെഡിനോ എക്സ് ഇന്റർസെപ്റ്റോ അല്ലെങ്കിൽ വൈ ഇന്റർസെപ്റ്റോ സെഡ് ഇന്റർസെപ്റ്റോ കാണാം. അതായത് എക്സിനും വൈനും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെഡിനും എക്സിനും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ വൈക്കും സെഡിനും 0 സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് എക്സ് ഇന്റർസെപ്റ്റ് കാണുക, എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈയും സെഡും 0 ആവുക, കറസ്പോണ്ടിങ് എക്സിന് ഒരു വാല്യൂ ഉണ്ടാവും. അതാണ് എക്സ് ഇന്റർസെപ്റ്റ്. അതുപോലെ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സും സെഡിനും 0 കൊടുക്കുക, ബാക്കിയുള്ള വൈക്ക് പ്ലെയിൻ്റെ കേസിൽ ബാക്കി വൈക്ക് ഒരു വാല്യൂ ഉണ്ടാവും. അതുപോലെ പ്ലെയിൻ്റെ കേസിൽ വൈ സെഡ് ഇന്റർസെപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സിനും വൈക്കും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെഡിന് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ 3 വാല്യൂ 0 0 ആ കറസ്പോണ്ടിങ് വാല്യൂസ് ആയിരിക്കും സെഡ് ഇന്റർസെപ്റ്റ്. അപ്പോൾ പ്ലെയിനിലെ ഒരു പോയിന്റ് എക്സ് ഇന്റർസെപ്റ്റും പ്ലെയിനിലെ പോയിന്റ് ആയിരിക്കും, വൈ ഇന്റർസെപ്റ്റും പ്ലെയിനിലെ പോയിന്റ് ആയിരിക്കും, സെഡ് ഇന്റർസെപ്റ്റും പ്ലെയിനിലെ പോയിന്റ്. അപ്പോൾ നമുക്ക് പ്ലെയിനിൽ ഒരു പോയിന്റ് കിട്ടിയാൽ മതി. പ്ലെയിനിന്റെ ഒരു പോയിന്റ് നോർമലും പിന്നെ ഏത് പോയിന്റ് ആണോ ഡിസ്റ്റൻസ് എസ് തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്ലെയിനിലെ പോയിന്റ് കിട്ടിയാൽ മാത്രമേ PS കിട്ടുള്ളൂ. വെക്ടർ PS കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോർമൽ എന്താ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾക്ക് ഡിസ്റ്റൻസ് കാണാൻ പറ്റുള്ളൂ. നോർമൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ വെക്ടർ പോയിന്റ് P കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, വൈ ഇന്റർസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വൈ ഇന്റർസെപ്റ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, എക്സിനും ഇസഡിനും 0 എടുക്കുക പ്ലെയിൻ്റെ ഇക്വേഷനിൽ. അപ്പൊ 3 into 0 plus 2y plus 6 into 0 equal to 6 എന്ന് എടുക്കുക. 3 into 0 plus 2y plus 6 into 0 equal to 6. അതായത് എക്സും സെഡും പ്ലെയിൻ്റെ ഇക്വേഷനിൽ 0 എന്ന് കൊടുത്തു. അപ്പൊ 2y equal to 6 എന്ന് കിട്ടും. 2y equal to 6 എന്ന് കിട്ടി കഴിഞ്ഞാൽ y equal to കിട്ടി 3 കിട്ടി. അപ്പോൾ y equal to 3t, എക്സും 0 ആണ്, സെഡും 0 ആണ്. അപ്പോൾ y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 0 3 0 എന്ന് കിട്ടും. അതായത് P നമുക്ക് എന്തെടുക്കാം, y ഇന്റർസെപ്റ്റ് ആയിട്ടുള്ള 0 3 0 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് S തന്നിട്ടുണ്ട് ഓൾറെഡി. S എന്ന് പറഞ്ഞാൽ 1 1 3 തന്നിട്ടുണ്ട്. S എന്ന് പറഞ്ഞാൽ 1 1 3. P നമ്മൾ കണ്ടു 0 3 0. അപ്പോൾ വെക്ടർ PS എന്ന് പറഞ്ഞാൽ
1 minus 0 I plus 1 minus 3j plus 3 minus 0 k. കാരണം പി എസ് ആണ്. അപ്പോൾ പി ഈക്വൽ ടു x1 y1 z1, അതുപോലെ എസ് ഈക്വൽ ടു x2 y2 z2 ആണെങ്കിൽ വെക്ടർ പി എസ് എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 i പ്ലസ് y2 മൈനസ് y1 j പ്ലസ് z2 മൈനസ് z1 j. ഇവിടെ നമുക്ക് പി എന്ന് പറഞ്ഞാൽ 0 3 0 ആണ്. എസ് എന്ന് പറഞ്ഞാൽ 1 1 3 ആണ്. സോ വെക്ടർ പി എസ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0 i plus 1 minus 3j plus 3 minus 0k, that is equal to 1 minus 2j plus 3k. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വെക്ടറിന്റെ യൂണിറ്റ് നോർമൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിറ്റ് വെക്ടർ മോഡ് n ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ, that is equal to root 49 equal to 7. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ n ഈക്വൽ ടു 7 കിട്ടും. Now distance from S to the plane is, therefore distance from S to the plane is d equal to modulus of vector ps dot n divided by magnitude of n, that is equal to vector ps nara I minus 2j plus 3. Our modulus of I minus 2j plus 3k dot 3 divided by 7i plus 2 divided by 7j plus 6 divided by 7k. നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കറസ്പോണ്ടിങ് ടേമിൽ. അപ്പോൾ അതിൻ്റെ 3/7 മൈനസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 3/7 മൈനസ് 4/7 പ്ലസ് 18/7. ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 17/7 കിട്ടും. അതൊരു മൈനസ് ആണെങ്കിൽ പ്ലസ് ആയിട്ട് മോഡുലസ് ഓഫ് മൈനസ് 17/7 ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ 17/7 തന്നെയാണ്. പ്ലസ് ആണെങ്കിൽ അപ്പം മോഡുലസ് ഓഫ് 17/7 നടാ നെട്ട്, that is 17/7. ഓക്കെ, ഇവിടെ എക്സ്ട്രാ ഒരു ലെങ്ത് ഓഫ് പ്രൊജക്ഷൻ പി എൻ പി എസ് ഉണ്ട്, വേണ്ട ടൈപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ് 3x minus 6y minus 2z equal to 15 and 2x plus y minus 2z equal to 5. ഈ രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ആംഗിൾ. അപ്പൊ നമുക്ക് പ്ലെയിൻ തമ്മിലുള്ള ആംഗിൾ കിട്ടണമെങ്കിൽ അതിൽ രണ്ട് പ്ലെയിനിലേക്കുള്ള നോർമൽ n1 n2 കിട്ടണം. അപ്പൊ ഈ നോർമൽ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ഈക്വൽ ടു ഡി എന്നൊരു പ്ലെയിനിന്റെ ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ ഐ സ്മോൾ ആണ്, ക്യാപിറ്റൽ എ ഐ പ്ലസ് ക്യാപിറ്റൽ ബി ജെ പ്ലസ് ക്യാപിറ്റൽ സി കെ ആയിരിക്കും നോർമൽ എ. ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പ്ലെയിൻ, അപ്പൊ രണ്ട് പ്ലെയിനിന്റെയും നോർമൽസ് n1 ഈക്വൽ ടു ഫസ്റ്റിന്റെ ഇക്വേഷൻ ഫസ്റ്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ 3x മൈനസ് 6y മൈനസ് 2z ഈക്വൽ ടു 15 ആയതുകൊണ്ട് അതിന്റെ നോർമൽ n1 ഈക്വൽ ടു 3i മൈനസ് 6j മൈനസ് 2k. രണ്ടാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ 2x പ്ലസ് y മൈനസ് 2z ഈക്വൽ ടു 5 ആയതുകൊണ്ട് അതിന്റെ നോർമൽ ഇക്വേഷൻ n2 ഈക്വൽ ടു 2i പ്ലസ് j മൈനസ് 2k നോർമലായി. Therefore, angle equal to theta equal to cos inverse n1 dot n2 divided by magnitude of n1 into n2. n1 dot n2 എന്ന് പറഞ്ഞാൽ 3i minus 6j minus 2k dot 2i plus j minus 2k. That is 2 into 3 plus minus 6 into 1 plus minus 2 into minus 2. 2 into 3 are 6. 6 minus 6 0. Minus 2 into minus 2 4. അപ്പോൾ 4 n dot n equal to 4 കിട്ടും. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് n പറഞ്ഞാൽ 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 9 പ്ലസ് 36 പ്ലസ് 4 9 പ്ലസ് 36 പ്ലസ് 4 അതിൻ്റെ റൂട്ട് ആയിട്ട് അപ്പോൾ 7 കിട്ടും. അടുത്തൊരു 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അത് റൂട്ട് 9 കിട്ടും, അത് 3 കിട്ടും. അപ്പോൾ 3 into 7 എന്ന് പറഞ്ഞാൽ 21. അപ്പോൾ n1 ഡോട്ട് n എന്ന് പറഞ്ഞാൽ n1 ഡോട്ട് n2 പറഞ്ഞാൽ 4 എന്ന് കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് n1 എന്ന് പറഞ്ഞാൽ 7 കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഓഫ് n2 പറഞ്ഞാൽ 3 കിട്ടും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് n1 into n2 പറഞ്ഞാൽ 21. Therefore, theta acute angle, the angle between the plane theta equal to cos inverse n1 dot n2 divided by mod n1
magnitude of n1 into magnitude of n2 equal to cos inverse of 4 divided by 20. അവിടെ വെച്ച് നിർത്താം. Approximated value around 1.38 radians. Okay. Calculator ഉപയോഗിച്ച് ചെയ്താൽ. Next, find the parametric equation for the line in which the plane 3x minus 6y minus 2z equal to 15 and 2x plus y minus 2z equal to 5 intersect. അതായത് ഈ രണ്ട് പ്ലെയിനും ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് 3x minus 6y minus 2z equal to 15ഉം 2x plus y minus 2z equal to 5 ഈ രണ്ട് പ്ലെയിനുകളും ഇന്റർസെക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഒരു ലൈനാണ്. ആ ലൈനിന്റെ പാരാമെട്രിക്കേഷൻ എഴുതാണ്. അപ്പോൾ ഒരു ലൈനിന്റെ പാരാമെട്രിക്കേഷൻ എഴുതണമെങ്കിൽ നമുക്ക് ആ ലൈനിനോട് പാരലൽ വെക്ടറും കിട്ടണം, ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ട് പ്ലെയിന് ഇന്റർസെക്ട് a1x plus b1y plus c1z equal to d എന്ന് പറഞ്ഞ പ്ലെയിനും d1 എന്ന് പറഞ്ഞ പ്ലെയിനും a2x plus b2y plus c2z equal to d2 എന്ന് പറഞ്ഞ പ്ലെയിനും ഈ രണ്ട് പ്ലെയിനും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ നോർമലുകളും ആ നോർമലുകൾ n1ഉം n2 ആണെങ്കിലും ഈ n1 n2 ആ ലൈനും നോർമലായി പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് പ്ലെയിനും ഇന്റർസെക്ട് ചെയ്താൽ കിട്ടുന്ന പ്ലെയിന് എന്തായിരിക്കും, രണ്ട് പ്ലെയിനുകൾ ഇന്റർസെക്ട് ചെയ്താൽ കിട്ടുന്ന ലൈനിന് n1 എന്ന് പറഞ്ഞ നോർമലും n2 പറഞ്ഞ, അതായത് ഫസ്റ്റ് പ്ലെയിന്റെ നോർമൽ സെക്കൻഡ് പ്ലെയിന്റെ നോർമലും ഈ n1 ഈ ലൈനിന് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ ആ രണ്ട് നോർമലിന്റെയും ക്രോസ് പ്രോഡക്റ്റ്, അതായത് n1 ക്രോസ് n2 നമ്മളുടെ ലൈൻ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പൊ നമുക്ക് പാരലൽ വെക്ടർ കിട്ടാൻ സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. രണ്ട് പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്താൽ കിട്ടുന്ന ലൈനിന്റെ പാരലൽ വെക്ടർ എന്ന് പറഞ്ഞാല് ആ രണ്ട് പ്ലെയിനുകളുടെയും നോർമൽ വെക്ടേഴ്സുകളുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഇപ്പൊ ഫസ്റ്റ് പ്ലെയിനിന്റെ നോർമൽ n1 ആണ്, രണ്ടാമത്തെ പ്ലെയിനിന്റെ നോർമൽ n2 ആണെങ്കിൽ ഈ രണ്ട് പ്ലെയിനും കൂടി ഇന്റർസെക്ട് ചെയ്താൽ കിട്ടുന്ന ലൈനിന്റെ പാരലൽ വെക്ടർ എന്ന് പറഞ്ഞാൽ n1 ക്രോസ് n2 ആയിരിക്കും. ഇപ്പൊ നമുക്ക് പ്രോബ്ലത്തില് 3x minus 6y minus 2z equal to 15ഉം 2x plus y minus 2z equal to 5 ഇന്റർസെക്ട് ചെയ്താൽ കിട്ടുന്ന ലൈനിന്റെ നോർമൽ പാരലൽ ആയിട്ട് വരുന്ന നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രണ്ടിന്റെയും നോർമൽ വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ്, അതായത് ഇപ്പൊ നമ്മൾ ആ നോർമൽ വെക്ടറുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാരലൽ വെക്ടർ കിട്ടുന്ന അർത്ഥം ഫസ്റ്റ്. പിന്നെ രണ്ടാമത് നമുക്ക് ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടണം, അത് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് പറയാം, ഒന്നിച്ച് പറയേണ്ട വെച്ചിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ 3x, ഫസ്റ്റ് പ്ലെയിന്റെ 3x minus 6y minus 2z equal to 15, രണ്ടാമത്തെ പ്ലെയിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2x plus y minus 2z equal to 5. അപ്പൊ ഫസ്റ്റ് പ്ലെയിന്റെ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ n1 ആണ്. അപ്പൊ n1 എന്ന് പറഞ്ഞാല് ഈ ഫസ്റ്റ് പ്ലെയിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3x minus 6y minus 2z equal to 15 അല്ല. അതുകൊണ്ട് അതിന്റെ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ n1 equal to 3i minus 6j minus 2k. ഇത് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ രണ്ടാമത്തെ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2x plus y minus 2z equal to 5. അതുകൊണ്ട് അതിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ n2 equal to 2i plus j minus 2k. ഇപ്പൊ രണ്ടിന്റെയും n1ഉം n2ഉം കിട്ടി. ഫസ്റ്റ് നോർമൽ n1ഉം കിട്ടി, രണ്ടാമത്തെ പ്ലെയിനിന്റെ നോർമൽ n2ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ അവയുടെ ക്രോസ് പ്രോഡക്റ്റ് n1 ക്രോസ് n2 ഡിറ്റർമിൻ i j k. ഫസ്റ്റത്തിന്റെ കോഎഫിഷ്യന്റ് 3 minus 6 minus 2, രണ്ടാമത്തിന്റെ കോഎഫിഷ്യന്റ് 2 1 minus 2. ദാറ്റ് അതിന്റെ വാല്യൂ 14i plus 2j plus 15k. അപ്പൊ നമുക്ക് ഈ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്താൽ കിട്ടുന്ന ലൈനിലുള്ള പാരലൽ വെക്ടർ കിട്ടി. അതെന്താണ്? v equal to 14i plus 2j plus 15k as vector parallel to the line. ഇനി നമുക്ക് ഈ ലൈന് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടണം. അതിനൊന്ന് മാത്രമേ ഉള്ളൂ മാർഗം. നമുക്ക് രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്ത് കിട്ടുന്നതാണ്, രണ്ട് പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്താൽ കിട്ടുന്ന ലൈനാണല്ലോ നമുക്ക് കാണേണ്ടത്. ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ പാരാമെട്രിക്കേഷൻ ആണല്ലോ കാണാം. അപ്പൊ ആ രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്ത് ആ ലൈനത്തെ പോയിന്റും കൂടി കിട്ടണം. ആ പോയിന്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോ വൈനോ സെഡിനോ നമ്മൾ രണ്ട് കേസിലും 0 സബ്സ്റ്റിറ്റ്യൂട്ട്, ഏതെങ്കിലും ഒന്ന് എക്സിനോ അല്ലെങ്കിൽ വൈക്കോ അല്ലെങ്കിൽ സെഡിനോ ഏതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യും?
എക്സിന് വേണമെങ്കിൽ 0 കൊടുക്കുക, അല്ലെങ്കിൽ വൈക്ക് 0 കൊടുക്കുക, അല്ലെങ്കിൽ സെഡ് ഏതെങ്കിലും ഒന്നിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും രണ്ട് ഇക്വേഷൻ, പ്ലെയിൻ്റെ രണ്ട് ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് വേറെ രണ്ട് ഇക്വേഷൻ കിട്ടും. എക്സും അപ്പോൾ നമ്മൾ സെഡിന് 0 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ 3x - 6y - 2z = 15 എന്നതിൽ സെഡിന് നമ്മൾ 0 കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുക 3x - 6y = 15 കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ 0 തന്നെ കൊടുക്കണം, സെഡിന് തന്നെ 0 കൊടുക്കണം. 2x + 2y - 2z = 5 നമ്മൾ z = 0 എടുത്തു കഴിഞ്ഞാൽ 2x + y = 5 കിട്ടും. അപ്പോൾ ഫസ്റ്റ് പ്ലെയിന്റെ z = 0 കൊടുത്തപ്പോൾ നമുക്ക് 3x - 6y = 15 കിട്ടി. രണ്ടാമത്തിൽ 2x + y രണ്ടാമത്തിൽ നമ്മൾ 0 എടുത്തപ്പോൾ 2x + y = 5 കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ 3x - 6y = 15 കിട്ടി, 2x + y = 5 എന്ന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സിന്റെയും വൈന്റെയും വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ രണ്ടിന്റെയും ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെയും വൈന്റെയും x = 3 എന്ന് കിട്ടും, y = -1 കിട്ടും. ഇപ്പൊ z പ്ലെയിനിൽ രണ്ട് പ്ലെയിനിലും z = 0 എടുത്ത് കഴിഞ്ഞപ്പോൾ എക്സിനും വൈയിലുള്ള രണ്ട് ഇക്വേഷൻ കിട്ടി. ആ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിന്റെയും വൈന്റെയും നമുക്ക് വൈന്റെയും വാല്യൂ സബ്സോൾവ് ചെയ്യാൻ പറ്റും. ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 3 കിട്ടി, വൈന്റെ വാല്യൂ -1 കിട്ടി. അപ്പൊ z 0 ആണല്ലോ. അപ്പൊ ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 3 - 1 0. അപ്പൊ നമുക്ക് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടി, വെക്ടറും വിയും കിട്ടി. അപ്പൊ നമുക്കറിയാം x0 y0 z0 പാസ് ചെയ്യുന്നുണ്ട്. ആ ലൈനിന്റെ പാരലൽ വെക്ടർ v = v1i + v2j + v3k ആണെങ്കിൽ ആ ലൈനിന്റെ പാരാമീറ്റർ ഇക്വേഷൻ x = x0 + tv1, y = y0 + tv2, z = z0 + tv3. അത് പ്രകാരം നമുക്കിവിടെ 3 - 1 0 ആണ് പാസ് ചെയ്യുന്നത് ലൈന്. അതിന്റെ പാരലൽ വെക്ടർ എന്ന് പറഞ്ഞാൽ 14i + 2j + 15k ആണ്. അപ്പൊ നമുക്ക് x0 പറഞ്ഞാൽ 3 ആണ്, y0 പറഞ്ഞാൽ -1 ആണ്, z0 പറഞ്ഞാൽ 0 ആണ്. അതുപോലെ v1 പറഞ്ഞാൽ 40 ആണ്, v2 പറഞ്ഞാൽ 2 ആണ്, v3 പറഞ്ഞാൽ 15 ആണ്. അതുകൊണ്ട് x = 3 + 14 കിട്ടും. അതുപോലെ y = -1 + 2t, z = 15t. ഇതാണ് രണ്ട് പ്ലെയിൻ ഇന്റർസെക്റ്റ് ചെയ്തുള്ള പാരാമീറ്റർ ഇക്വേഷൻ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് അസൈൻമെന്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ പ്ലെയിൻ. താഴെ നിന്നുള്ള പോയിന്റുകളിൽ കറസ്പോണ്ടിങ് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാം. അതുപോലെ ഫൈൻഡ് ദ പോയിന്റ് ഇൻ വിച്ച് ദ ലൈൻ മീറ്റ് ദ പ്ലെയിൻ. അതായത് ഈ പ്ലെയിനുകൾ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റത്തെ x = 1 - t, y = 3t, z = 1 + t യും 2x - y + 2z 3z = 6 മീറ്റ് ചെയ്യുന്ന പ്ലെയിൻ ഇക്വേഷൻ. അതുപോലെ x = 2, y = 3t, z = -2t, അതുപോലെ 6x + 3y - 4z = 15 മീറ്റ് ചെയ്യുന്നത്, -12. ഇതൊക്കെ മീറ്റ് ചെയ്യുന്ന ഈ ഓരോ പ്ലെയിനുകളും പ്ലെയിനും കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കാണാനാണ്. അടുത്തത് find the angle between the planes x + y = 1, 2x + y - 2z = 2. അതുപോലെ അവ തമ്മിലുള്ള അതുപോലെ 5x + y - z = 10, 3x - 2y + 3z = -1. ഈ ഓരോ പ്ലെയിനുകളും മീറ്റ് ചെയ്യുന്ന ആംഗിൾ, ഇത്രയും കാര്യങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് ഞാൻ സമയം ഇപ്പോൾ 8:30 തന്നില്ല. ഇപ്പോൾ 10:45 ആകുമ്പോഴത്തിന് ഇതിൻ്റെ സബ്മിറ്റ് ചെയ്യണം. മൂഡിലെ ഇതിൻ്റെ അസൈൻമെൻറ്റിൻ്റെ ഇത് തന്നിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തി നിങ്ങളത് സബ്മിറ്റ്